ഇതിപ്പോൾ ബ്രിഡ്ജിൻ്റെ സൈറ്റാണ്. ഇവിടെ 8 പിയർ ഉള്ളതിൽ 5 എണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള 3 എണ്ണത്തിൽ 2 എണ്ണത്തിൻ്റെ ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിവിടുന്ന് നോർത്തിലോട്ട്, അതായത് കൊല്ലം സൈഡിലോട്ടുള്ള വ്യൂ ആണ്. അവിടെ എർത്ത് വർക്ക് ഇനിയും ബാക്കിയുണ്ട്. ആവശ്യമുള്ള ഗർഡറുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും. ഞാനൊരു 1.5 മാസം മുമ്പ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ക്രൂ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 5 ഗർഡറും കൂടെ കാസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നാണ്. അതിപ്പോൾ ഏകദേശം എല്ലാവരും ആവശ്യമുള്ളതായിട്ടുണ്ടാവും. പാലം കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ നിന്ന് കൊല്ലം ഡയറക്ഷൻ, അതായത് കുടവൂർക്കോണം ഓവർപാസ്, പാലംകോണം ഓവർപാസ്, ആ ഒരു ഡയറക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ സൈഡിൽ ഗഡറുകളൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ോട്ട് താഴോട്ട് എത്തിയിട്ടില്ല. അവിടെ കാണാം സ്ട്രൈറ്റ് ആയിട്ട് അവിടെ ഒരു പാറക്കെട്ടാണുള്ളത്. അത് ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് അവരുടെ കൺസ്ട്രക്ഷൻ വണ്ടികൾക്ക് പോകാനായിട്ട് തൽക്കാലത്തേക്ക് ഒരു റോഡ് പോലെ ആക്കിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ കാണാം താഴോട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജിൻ്റെ സൈറ്റ്. നേരെ കാണുന്ന ടിപ്പറൊക്കെ കിടക്കുന്ന സ്ഥലത്താണ് പുതിയ കുടവൂർക്കോണം ഓവർപാസ് വരുന്നത്. എക്യുപ്മെൻ്റ് ഒന്നുമില്ല വീഡിയോ എടുക്കാനുള്ളത്. അതുകൊണ്ട് മൊബൈൽ ഹോൾഡറിൽ ഫോൺ വെച്ചിട്ടാണ്
ചെറിയ ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ ഉള്ളൂ, കഷ്ടിച്ചൊരു 100-150 മീറ്റർ. ചെറിയ റോഡ് ക്രോസിംഗ് ഉണ്ട്, പക്ഷേ അവിടെ മേൽപ്പാലം വരാനുള്ള സാധ്യതയില്ല. കാരണം താഴെ അവിടെ വയലിൻ്റെ അവിടെ അവസാനിക്കുന്നൊരു റോഡാണ്, ഒരു മെയിൻ തറോഫെയർ ഒന്നും അല്ലാണ്ട് ഇവിടെ മേൽപ്പാലം വരാനുള്ള സാധ്യതയില്ല. ഇവിടെ മെയിൻ ഗാരേജിൽ നിന്ന് ഡഗ് ഔട്ട് ചെയ്ത് പോകാനാണ് സാധ്യത. വളവിൻ്റെ അവിടെയാണ്, നേരെ കാണുന്ന അവിടെയാണ് പാലാങ്കോണം ഓവർപാസ്. സർവീസ് റോഡ് ഒരുപാട് ഹൈറ്റിലാണ് മെയിൻ ഗാരേജ് അപേക്ഷിച്ച്. എർത്ത് വർക്ക് വേണ്ടി വന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും കംപ്ലീറ്റ് ആയി എന്ന് പറയാറായില്ല. നേരത്തെ സ്ഥലത്തൊക്കെ വന്നിട്ടുള്ളവർക്ക് എന്തുമാത്രം വർക്ക് ഇവിടെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം. കുറച്ചധികം പൊങ്ങാനുണ്ട്. ആ കമ്പിയിലെ ഹൈറ്റ് കണ്ടിട്ട് കുറച്ചുകൂടെ സൈഡ് വാൾ കെട്ടി പൊക്കാനുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെ ഗ്രേഡിയൻ്റ് കറക്റ്റായിട്ട് പോകത്തുള്ളൂ. ഇവിടെ മുമ്പോട്ട് നോക്കിയാൽ കാണാം പാലാങ്കോണം ഓവർപാസിൻ്റെ അടിയിൽ കൂടെ പോകാനുള്ള കുറേ ഭാഗം ഇവിടെ ഡഗ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കംപ്ലീറ്റ് ആയില്ല. അവരുടെ RDS പ്രോജക്റ്റിൻ്റെ വണ്ടിയാണ്. ഇവിടെ MLA പാലം അണ്ടർപാസ് വരുന്നിടത്ത് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഫില്ലിങ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങോട്ടുള്ളതായിരിക്കണം. ഇവിടെ സൈഡിലുള്ള കുന്നുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം ഹൈറ്റിലായിട്ട് പിടിച്ച് താത്തിട്ടുണ്ടെന്നും. അതിൽ നിന്ന് ഒരുപാട് താത്തിയിട്ടാണ് ഓവർപാസിൻ്റെ അടിയിൽ കൂടെയുള്ള മെയിൻ ഗാരേജ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നേരെ കാണുന്ന വണ്ടികളൊക്കെ പോകുന്ന ഭാഗമാണ് ആലങ്കോട് കടക്കാവ് റോഡ്. അതവിടെ ഡഗ് ഔട്ട് ചെയ്തിട്ട് അതിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് മെയിൻ ട്രാഫിക്. നമ്മൾ നടന്ന് ഇപ്പറ സൈഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ കുഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, പൈലിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം സൈഡിലോട്ടുള്ളതാണ്. MLA പാലത്തിൻ്റെ അവിടുത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.